ഇന്ന് എൻ്റെ പോസ്റ്റിങ് ENT-യിലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് പണിയെടുത്തോണ്ടിരുന്നപ്പോഴാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നല്ല ബഹളമെല്ലാം കേട്ടത്. അതെന്തോ നോക്കാൻ പോയപ്പോൾ ഹോസ്പിറ്റലിൽ പൊങ്കൽ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരുന്നതാണ്. അങ്ങനെ അവിടുത്തെ ഓരോ സാധനങ്ങളും ഞാനിപ്പോൾ ഇങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് പോയി നോക്കി. കാരണം എനിക്ക് ഇവരുടെ ഓരോ സെലിബ്രേഷനും കൾച്ചേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഈ പൊങ്കലിൻ്റെ ഹിസ്റ്ററി തിരക്കി ഞാൻ കുറേ പേരെടുത്ത് ചോദിച്ചു. അപ്പോൾ അതാ കിടക്കുന്നു. ആർക്കും അറിഞ്ഞൂടോ. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഓണത്തിന് ഹിസ്റ്ററി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഭാഗ്യം. പക്ഷെ ഞാൻ ചോദിച്ച് കണ്ടുപിടിച്ച് എന്നാത്തിനറിയോ ഇത് ആഘോഷിക്കുന്ന തരാം. പക്ഷെ അതിന് മുന്നേ ആയിട്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ അതൊന്ന് പറഞ്ഞേക്കണേ. ഈ പൊങ്കലിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ 2000-ലായിരുന്നു. ഈ കൃഷി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ മെയിനുള്ള കാര്യമാണല്ലോ. അപ്പം അതിൻ്റെ വിളവെടുക്കുന്ന ടൈമാണ് ഈ പൊങ്കൽ ടൈം. നല്ല വിളവൊക്കെ കിട്ടി നല്ലൊരു വർഷത്തിന് വേണ്ടി സൂര്യദേവനോട് സമർപ്പിക്കുന്നതാണ് ഈ പൊങ്കൽ. മനസ്സിലായോ? വെയിറ്റ്, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ന്യൂ ഇയർ കഴിഞ്ഞ് ആദ്യത്തെ സെലിബ്രേഷനാണ് തമിഴ്നാട്ടിൽ പൊങ്കൽ. ആ ഒരു വർഷം ഭാഗ്യവും സന്തോഷവും എല്ലാം വന്നു ചേരാൻ വേണ്ടി സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഈ പൊങ്കൽ. ഓക്കെ, പാല്, ഷുഗർ, റൈസ്, പിന്നെ പയറുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കുറേ സാധനം കിട്ടാട്ടോ ഈ പൊങ്കൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ടേസ്റ്റ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്തില്ല. പക്ഷേ കഴിച്ചു നോക്കിയപ്പം കൊള്ളാം, കുഴപ്പമില്ലടോ. പൊങ്കലൊക്കെ കഴിച്ച് പോസ്റ്റിങ് കഴിഞ്ഞ് നേരെ കോളേജിൽ അറ്റൻഡൻസ് ഇടാൻ വേണ്ടി പോയി. അപ്പോൾ അതാ അപ്പുറത്തെ കോളേജിൽ ഒട്ടുക്കത്ത് പൊങ്കൽ സെലിബ്രേഷൻ. അപ്പുറത്തെ കോളേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ MBBS ആരാട്ടോ. അപ്പം ആലോചിക്കും നമുക്ക് സെലിബ്രേഷൻ ഒന്നും ഇല്ല. ഉണ്ട് നാളെ ആട്ടോ. അപ്പം ബാക്കി വിശേഷം നാളെ. ഓക്കെ, ബൈ.